നിങ്ങളോട് പറഞ്ഞതല്ലേ ചായ ഞാൻ തനിയെ വന്നോളാന്ന്. ദേ ഇപ്പൊ നിങ്ങൾ നോക്കിയേ, വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു. അപ്പൊ അമ്മ ഇന്ന് നേരത്തെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ വന്നിട്ട് അമ്മയോട് ഞാൻ എന്ത് പറയും? വർക്ക്ഷോപ്പിൽ നിന്ന് ഞാൻ എന്റെ സ്കൂട്ടി ഇന്ന് എടുത്തേനല്ലോ. നീ ഇങ്ങനെ പേടിക്കാതെ, ഞാൻ പറഞ്ഞോളാം അമ്മയോട്. എന്ത്? നമ്മളിന്ന് ക്ലാസ് ആയിട്ട് ഇത് കറങ്ങാൻ പോയെന്നോ? അത് പറഞ്ഞ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടി വരില്ല. അങ്ങനെയല്ല, ചിമ്മിയും കുക്കിയും ഇന്ന് ഞാൻ അപ്പിക്കാമെന്ന്. അപ്പോ നിന്നെ കൂടി കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാ പോരെ? അത് മതിയോ? അത് മതി, നീ വാ. അല്ല, മോനെന്താ ഇവളുടെ കൂടെ? ചിമ്മിയും കുക്കിയും പിക്കാമെന്ന് ഞാനാ. അപ്പോ ഹോബിയെ കൂടി ഇങ്ങോട്ടേക്ക് ആക്കാന്ന് കരുതി. എന്തായാലും വന്നതല്ലേ, മോൻ കയറിയിരിക്കെ. കുറേ ആയില്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. മോൻ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ഏയ്, ഇപ്പൊ വേണ്ടമ്മേ, പിന്നെ ഒരിക്കലാവാം. ഹോബി, നിന്റെ സ്കൂട്ടി വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ നീ രാവിലെ പോയേ? എന്നിട്ട് എടുത്തില്ലേ നീ അത്? മോനെ എന്തിനാ നീ വെറുതെ ബുദ്ധിമുട്ടിച്ചേ? അത് പിന്നെ അമ്മേ. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ അമ്മേ? അത് മാത്രമല്ല, ഹോബിയെ ഞാൻ വർക്ക്ഷോപ്പിൽ ഇറക്കാനാണ് കരുതിയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് സ്കൂട്ടി ശരിയായില്ലെന്ന്. അപ്പം ഞാൻ അവരെ വീട്ടിലിറക്കിയിട്ട് ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു. മോന് ജോലിയൊക്കെ ആയില്ലേ? ഇനിയൊരു കല്യാണമൊക്കെ നോക്കുന്നില്ലേ? എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണമ്മേ. സമയമാകുമ്പോൾ അവളുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് വിചാരിക്കുന്നത്. ഇവളുടെയും കല്യാണം എത്രയും വേഗം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. അതിന് ഇപ്പം ഇവള് പഠിക്കല്ലേ? കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ. അങ്ങനെയുള്ള ഒരാളെ നോക്കണം. എൻ്റെ കണ്ണടയുന്നതിന് മുന്നേ ഇവളുടെ കല്യാണം കൂടി കാണണം എനിക്ക്. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിക്കും മോനെ. അമ്മയുടെ ഈ മോളെ എനിക്ക് തന്നൂടെ? മോനെ, നിങ്ങളൊക്കെ വലിയ കുടുംബക്കാരാ. ഞങ്ങളാണെങ്കിൽ അന്നുള്ള അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരും. അപ്പോൾ ഇങ്ങനെയൊരു ബന്ധം ശരിയാവില്ലെന്നേ. അമ്മ പണത്തിൻ്റെയും കുടുംബത്തിൻ്റെ വലുപ്പത്തിൻ്റെയും കാര്യത്തെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടണ്ട. ഇതിൽ നിന്ന് ഒരു കാര്യമില്ലെന്നേ. സ്നേഹമുണ്ടെങ്കിൽ അത് മാത്രം മതി. എനിക്ക് തന്നൂടെ ഇവളെ? ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് പറയാനാ മോനെ? നിന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ? അവർക്ക് ഒരു പ്രശ്നമില്ല. ഞാനൊരു ദിവസം അവരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മേ? ശരി മോനെ. അമ്മേ, ഞാൻ ഈ ചായന്റെ കൂടെ വഴി വരെയാണ് പോയിക്കോട്ടെ? വേഗം പോയിട്ട് വാ, ഞാൻ നിനക്ക് കഴിക്കാൻ എടുത്ത് വെക്കാം. ഈ ചായ? എന്താ ഹോബി? ഇത് സത്യമാണോ അതോ സ്വപ്നമോ? നീ എന്നെ ഒന്ന് നുള്ളിക്കേ. ഞാൻ നിന്നോട് നുള്ളാനല്ലേ പറഞ്ഞേ? നീ എന്തിനാ എന്നെ കടിച്ചേ? സന്തോഷം കൊണ്ടല്ലേ ചായ? അല്ല, നിങ്ങളിത് പറയാൻ വേണ്ടിയിട്ടാണോ എൻ്റെ കൂടെ വന്നേ? ഏയ്, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരവസരം കിട്ടിയപ്പോൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ കറങ്ങാൻ പോകാനുള്ള ലൈസൻസ് ആയല്ലോ. ഒന്ന് പോയി ചായ. നീ അകത്തേക്ക് ചെല്ല്. ഇനി നിന്നാല് അമ്മ ചിലപ്പോൾ നോക്കി വരും. കഴിക്ക് ചായ. ആ, കഴിക്കാം. ഇനി വല്ലതും വേണോ? വേണ്ട മോളെ, നീ കഴിക്കേ. എടാ, നീ ഒന്ന് നോക്കിയേ. കുഞ്ഞിനെ തൊട്ട് കാണുന്ന നമ്മളെ അവൾ ഇച്ചായനെ തികച്ചു വിളിച്ചിട്ടില്ല. ഇന്നലെ കണ്ട അവൻ അവൾക്ക് ഇച്ചായൻ. എന്താടാ നോക്കുന്നേ? ഏയ്, ഒന്നുമില്ല. എന്നിട്ട് എഴുന്നേറ്റ് പോവാൻ നോക്ക്. മമ്മിക്കും പപ്പയ്ക്കും ടൂർ പോകാൻ കൊണ്ടൊരു സമയം. ഈ താടകെടുത്ത് എന്നെ കൊണ്ടുവിട്ടില്ലേ? ആർക്കേലും രണ്ടുപേർക്കൂടെ നിൽക്കായിരുന്നു. നാലാളും കൂടെ ഒരുമിച്ച് പോവേണ്ടിയിരുന്നില്ല. ഇനി അവരെന്നായിരിക്കും വരിക? ആർക്കറിയാം. എടി, എന്നാലും ചേട്ടനെ വിളിക്കാനുള്ള നിന്റെ പ്ലാൻ ചീറ്റി പോയല്ലോ. ഒരു പ്ലാൻ ഫ്ലോപ്പായെങ്കിൽ എന്താ, അടുത്ത പ്ലാൻ നോക്കാം. എല്ലാറ്റിനും കാരണം അവളാ, ആ ജിയോണ. നീ എന്നെ കേട്ടില്ലേ? ചേട്ടൻ എന്താ അവളെ വിളിച്ചത്? കുക്കിയൊന്നും മറ്റല്ലേ? ആ, ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. ഇനി അവര് തമ്മിൽ വല്ല കണക്ഷനും ഉണ്ടോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവർ തമ്മിൽ എപ്പോഴും അടിയല്ലേ. അത് ഈ ക്യാമ്പസ് മൊത്തം അറിയുകയും ചെയ്യാം. എടി, നീ എന്തായാലും ചേട്ടനെ വിളിക്കാൻ തീരുമാനിച്ചില്ലേ? അതുകൊണ്ട് ഞാനും ഒരാളെ വിളിക്കാൻ തീരുമാനിച്ചു. നീയും? ആന്നേ, ചേട്ടൻ മാത്രമല്ലല്ലോ അവരുടെ കൂട്ടത്തിലുള്ളത്. പിന്നെ ഹാൻസൺ ചേട്ടന്മാരില്ലേ? അവരിലൊരാളായ ജോനേട്ടനോട് എനിക്ക് ക്രഷ് അടിച്ചെന്നേ. നീ ചേട്ടനെ വിളിക്കുമ്പോ ഞാൻ ജോനേട്ടനെ വിളിക്കാം. കുക്കിമോളെ, നീ വേഗം റെഡി ആയിക്കേ. നമുക്കൊരിടം വരെ പോവാനുണ്ട്. എവിടേക്കാ ചായ? അതൊക്കെ പറയാം, നീ റെഡിയാവ്. നിനക്കായിട്ട് ഒരാൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ചായ എന്തൊക്കെയാ പറയുന്നേ? അതൊക്കെ നിനക്ക് അവിടെ എത്തുമ്പോ മനസ്സിലാവും. ജിമ്മിച്ചായ, നിങ്ങൾ എവിടെ പോവാ? ഞങ്ങളൊന്ന് പുറത്തു പോവാ. പോകുന്ന വഴിക്ക് ഹോബിയും കൂട്ടണം. നീ വരുന്നുണ്ടോ? ഏയ്, ഇല്ല. അപ്പോ ഹോബിയാണോ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നേ? ഏയ്, ഹോബിയല്ല. നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാ. ഇച്ചായ, അല്ല, ഞാനും വരുന്നു. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഇവന്റെ ഒരു കാര്യം. കുക്കി ബേബി. ഡാർലിംഗ്, നീയോ? ഓ, ഇവനോ?
നീ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്നാലും നീ ഒന്നും വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ. വിളിച്ചു പറഞ്ഞാല് നിനക്ക് സർപ്രൈസ് തരാൻ പറ്റുമോ? അതൊക്കെ പോട്ടെ, നീ എന്നാ അബ്രോഡിൽ നിന്ന് വന്നേ? ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി. ഡാർലിംഗ്, കുറെ ആയില്ലേ കണ്ടിട്ട്, നമുക്കൊരു പിക്ക് എടുക്കാം. എന്നാ നിങ്ങൾ സംസാരിക്കേ, ഞാനും ഹോബി അപ്പുറത്തുണ്ടാവും. ചേ, നീ എന്തൊന്നും മിണ്ടാതിരിക്കുന്നേ? നിങ്ങൾ സംസാരിക്കുമല്ലേ, അതാ. ചേ, ഒരു പിക്ക് എടുത്ത് തരുമോ? ദാ പിടിക്ക്. ഞാൻ പോവാ. ജിമ്മിച്ചായനോട് പറഞ്ഞേക്ക് ഞാൻ പോയിന്ന്. ജിമ്മിൻ വന്നിട്ട് പോയാ പോരെ? ഇല്ല, ഞാൻ പോവാ. ചേട്ടാ, ഇനി ഇതാരാ? ഏട്ടനെന്താ ഇവിടെ? ഞാൻ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാന്ന് വെച്ചിട്ട് വന്നതാ. താനോ? ഞാൻ ഷോപ്പിങ്ങിന് വന്നതാ. അപ്പോൾ ഒരു കോഫി കുടിക്കാന്ന് കരുതി. ചേട്ടൻ വരുന്നുണ്ടോ കോഫി കുടിക്കാൻ? കോഫി കുടിക്കാനോ? വരാം. ചേട്ടാ, എന്നും ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറിയെങ്കിലും ഇട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് നമുക്കൊരു പിക്ക് എടുത്താലോ? ശരി, ഓക്കെ. ചേട്ടാ, അത് പിന്നെ ചേട്ടൻ്റെ ഫോണിൽ പിക്ക് എടുക്കുമോ? എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ്. എന്നാ ശരി, ഞാൻ പോട്ടെ. അല്ല, ചേട്ടൻ ഇനി എങ്ങോട്ടാ? ഞാൻ വീട്ടിലേക്കാ. എങ്ങനെയാ പോന്നേ? ഇങ്ങോട്ട് കസിൻ്റെ കൂടെ വന്നേ. ഇനിയിപ്പോൾ അങ്ങോട്ട് ബസ്സിൽ പോവാം. അപ്പോൾ കൊണ്ടുവിട്ട കസിൻ എങ്ങോട്ട് പോയി? കസിൻ എങ്ങോട്ടും പോയില്ല, ഇവിടെയുണ്ട്. കുറച്ച് കഴിഞ്ഞേ വരുത്തോളൂ. എന്നാ ചേട്ടന് വിരോധമില്ലല്ലോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഏയ്, അതൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം. തനിക്കത് പിന്നെ ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെയായിരുന്നു ചേട്ടൻ്റെ വീട്? അതെ, തനിക്ക് അറിയാമായിരുന്നോ ഇവിടം? ഡോണയുടെ വീട്ടിലേക്ക് ഈ വഴിക്കാണ് പോകുന്നത്. പിന്നെ ചേട്ടാ, ആ പിക്സ് എനിക്കൊന്ന് സെൻഡ് ചെയ്യണേ. ഞാൻ എൻ്റെ നമ്പർ തരാം. ഇതാരാ? ചേട്ടൻ പിക്സ് അയച്ചോ? അങ്ങനെ അതുമായി. എടി, എനിക്ക് ചേട്ടൻ്റെ നമ്പർ കിട്ടി. നമ്പറോ? അതെങ്ങനെ? ഞാൻ ഇന്ന് ചേട്ടനെ കണ്ടായിരുന്നു. അങ്ങനെ നിനക്ക് നമ്പർ കിട്ടി? എനിക്കാണെങ്കിൽ ഇവിടെ ഒന്നും ആയില്ല. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ, നമുക്ക് സെറ്റാക്കാന്നേ.